വനമേഖലയിൽ സുരക്ഷാ സേന വധിച്ച LET ഭീകരരിൽ നിന്ന് കണ്ടെത്തിയത് വൻതോതിൽ ആയുധങ്ങൾ. ഷോപ്പിയാനിൽ സൈന്യം വധിച്ച TRF ചീഫ് ഓപ്പറേഷണൽ കമാൻഡർ ഷാഹിദ് കുട്ടയടക്കം 3 പേരിൽ നിന്നാണ് ആയുധശേഖരം കണ്ടെത്തിയത്. तेईस तारीख को करीबन 11:50 पर जो फिरोजपुर सेक्टर के अंदर एक BOP थी क्रॉस करते थे बिल्कुल पास में बॉर्डर के थे, कुछ जीरो लाइन पर थे, उसकी BSF से हमारी बात हुई थी। उसके തെക്കൻ കാശ്മീരിലെ ഷോപ്പിയാനിലെ ബാന്ധമയിൽ നിന്നുള്ള ഷാഹിദ് കുട്ടെ ലഷ്കർ-ഇ-തയ്ബയുടെയും ചീഫ് ഓപ്പറേഷണൽ കമാൻഡറാണ്. വടമയിൽ നിന്ന് തന്നെയുള്ള അദ്നാൻ ഷാഫിയും പുൽവാമയിൽ നിന്നുള്ള ഹാരിസ് നസീറുമാണ് കൊടും ഭീകരനൊപ്പം കൊല്ലപ്പെട്ട മറ്റു 2 ഭീകരർ. ഇതിൽ അദ്നാൻ ഷാഫി TRFന്റെയും ലഷ്കറിന്റെയും ടോപ്പ് കമാൻഡറാണ്. പഹൽഗാം ഭീകരാക്രമണത്തിനു ശേഷം ആക്രമണത്തിൽ പങ്കുണ്ടെന്ന് സംശയിക്കുന്ന പ്രാദേശിക ഭീകരർക്കായുള്ള തിരച്ചിൽ ഇന്റലിജൻസ് ഏജൻസികൾ ശക്തമായി തുടരുകയാണ്. ദക്ഷിണ കാശ്മീരിലെ അനന്ത്നാഗ്, ഷോപ്പിയാൻ, പുൽവാമ ജില്ലകളിൽ പ്രവർത്തിക്കുന്ന 14 മോസ്റ്റ് വാണ്ടഡ് ഭീകരരുടെ പട്ടികയിൽ ഉണ്ടായിരുന്നയാളാണ് കുട്ടെ നസീർ. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം മണിക്കൂറുകൾക്കുള്ളിൽ ചോട്ടിപ്പാറയിലെ കൂട്ടയുടെ വീട് തകർത്തിരുന്നു. കൂട്ടയെ വധിച്ചതുവഴി കാശ്മീരിലെ TRFന്റെയും ലഷ്കറിന്റെയും പ്രവർത്തനങ്ങൾക്ക് തടയിടാൻ സാധിച്ചു. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത TRF ലഷ്കർ-ഇ-തോയ്ബയുടെ നിഴലായി പ്രവർത്തിക്കുന്ന സംഘടനയാണ്. ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ. നാട്ടിലെവിടെയാ? വയനാട്ടില്. നാട്ടിലെവിടെയാ? ഞാൻ കോഴിക്കോട്. നാട്ടിലെവിടെയാ? ഞാൻ ആലപ്പുഴ. നാട്ടിലെവിടെയാ? ഞാനോ? ഞാൻ കണ്ണൂരാ. നാട്ടിലെവിടെയാ? എന്റെ വീട് പാലക്കാട്. പാലക്കാടിൻ പൊള്ളിപ്പൊളിയും ചൂടായാലും ചൂടായാലും കോഴിക്കോടിൻ കാറ്റിൽ കിനിയും ഉപ്പായാലും ഉപ്പായാലും ആലപ്പുഴയിലെ മണ്ണിൽ പടരും കുട്ടനാടൻ നനവാണേലും കണ്ണൂരിനെ ഉഴുതുമറിക്കും കോരിച്ചൊരിയണ മഴയായാലും വയനാട്ടിലെ കുളിർ കോരും മഞ്ഞായാലും മഞ്ഞായാലും നാട്ടിലെവിടെയാണേലും കാലാവസ്ഥ എന്താണേലും സിമെന്റ് JSW കോൺക്രീറ്റ് HD തന്നെ. നാട്ടിലെവിടെയാ?